വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയിൽ സമ്മർദ്ദത്തിന് വഴങ്ങി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിൽ അന്തിമ തീരുമാനം യു.ഡി.എഫ് എടുക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. തീരുമാനിച്ചത് നികുതി ഘടന മാത്രമാണ്. വിൽപ്പനയിൽ അന്തിമ തീരുമാനം യു.ഡി.എഫ് ചർച്ച ചെയ്തെടുക്കുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നടപ്പാക്കാൻ യു.ഡി.എഫ് തീരുമാനിച്ചാൽ ഈ നികുതി ഘടന നിലവിൽ വരുമെന്നും യു.ഡി.എഫ് വേണ്ട എന്ന് തീരുമാനിച്ചാൽ മുന്നോട്ട് പോകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്വകാര്യവൽക്കരണത്തിന് നീക്കമെന്ന ആരോപണവും മുഖ്യമന്ത്രി തള്ളി. ഞങ്ങളൊരു പുതിയ ഇക്കണോമിക് മോഡൽ ഉണ്ടാക്കിയ അത് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ചെയ്യാൻ പറ്റുന്നത്. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണം. പറ്റാവുന്ന എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപം ഉണ്ടാകണം. പറ്റാത്തടുത്ത് ഉണ്ടാവില്ല. പറ്റാവുന്നിടത്ത് എല്ലായിടത്തും ഉണ്ടാവണം. ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കണം. ഇക്കണോമിക് മോഡൽ ഉണ്ടാവും. ആ ഇക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രവാസികളുടെ ഇൻവോൾവ്മെന്റ് കൂടിയാണ്. സാർ, അവർക്കൊരു പങ്കാളിത്തം വേണ്ടേ? നമ്മുടെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ നമ്മൾ എപ്പോഴും പറയും അത് റെമിറ്റൻസ് ആണ്. എന്നിട്ട് എന്താ ഗുണം? സ്റ്റേറ്റിന് ഗുണം കിട്ടുന്നുണ്ടോ? ഇല്ല. ഇവിടെ ആക്ടിവിറ്റി ഉണ്ടാകുന്നുണ്ടോ? സാർ, അവരയക്കുന്ന ആ റെമിറ്റൻസ് ഇക്കോണമിയെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയാക്കി മാറ്റണം. പ്രവാസികളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് ഈ ബജറ്റിലെ ഏറ്റവും സുപ്രധാനമായ വാക്കതാണ്. റെമിറ്റൻസ് ഇക്കോണമിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എക്കോണമിയിലേക്ക് പോകും. സാർ, വൻകിടക്കാരൊക്കെ വന്ന് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സാർ, ഇടത്തരക്കാർ, സാധാരണക്കാർ നമ്മുടെ പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഗവൺമെന്റ് ഒരു മോഡൽ, ഗവൺമെന്റ് ലാൻഡ് കൊടുക്കും. ലാൻഡാണ് ഗവൺമെന്റിന്റെ ഇക്വിറ്റി. ബാക്കി പണം അങ്ങനെ സമാഹരിക്കണം. സാർ, ഒരു 25,000 രൂപ മുതൽ അവർ 5 ലക്ഷം രൂപ വരെ ഷെയറായിട്ട് അവരതിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. സാധാരണക്കാർ, ഇടത്തരക്കാർ ചെയ്യട്ടെ. 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾ പണി നിർത്തി ഇവിടെ വരുമ്പോൾ അതിന്റെ 10 ഇരട്ടിയായ വാല്യൂ കിട്ടും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയിൽ നികുതി സംബന്ധിച്ച ആക്ഷേപങ്ങൾക്ക് മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് LDF സർക്കാരിന്റെ കാലത്താണെന്നും UDF സർക്കാർ അതിന്റെ നികുതി ഘടന മാത്രമാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ സ്വകാര്യവൽക്കരണത്തെ പറ്റിയും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ സംസാരിച്ചിട്ടുണ്ട്. സ്വകാര്യവൽക്കരണത്തിന് നീക്കമെന്ന ആരോപണം തള്ളിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഏറ്റവും ബജറ്റ് 3 ദിവസം ബജറ്റിന്മേലുള്ള ചർച്ച നടന്നു. ആ ചർച്ചയ്ക്കാണ് ഇന്ന് മുഖ്യമന്ത്രി, ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി നൽകിയത്. അതിൽ ഏറ്റവും എല്ലാവരും കാത്തിരുന്നത് മദ്യനയത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം എന്താകുമെന്നാണ്. അതിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ മറുപടി നൽകി. ആ മറുപടിയിൽ അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അതായത് ആ തീരുമാനം പൂർണ്ണമായും അദ്ദേഹം UDF വിട്ടിരിക്കുകയാണ്. ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിലൂടെ ഉണ്ടായ വിമർശനവും പ്രതിഷേധവും അത് സർക്കാർ അദ്ദേഹത്തിന് പ്രതിപക്ഷത്തെക്കാളേറെ അദ്ദേഹത്തിന് ഭരണമുന്നണി തന്നെയാണ് നേരിട്ടത്. മന്ത്രിസഭയിൽ വിയോജിപ്പുണ്ടായി, ഘടകകക്ഷികളിൽ നിന്നൊക്കെ വിയോജിപ്പുണ്ടായി. നമുക്കറിയാം, ഘടകകക്ഷികൾ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ വിമർശനവുമായി നേരിട്ടായിരുന്നു. ലീഗിലെ സമസ്തയും പാണക്കാട് തങ്ങളും ഒക്കെ തന്നെയും അതിനെതിരെ രംഗത്ത് വരികയും മുഖപ്രസംഗം എഴുതുകയൊക്കെ ചെയ്തു. ദിവസങ്ങളായി ഇതിനെതിരെ പ്രതിഷേധമൊക്കെ തുടരുന്നൊരു പശ്ചാത്തലമാണ്. അതായത് പ്രതിപക്ഷത്തെക്കാളേറെ ഭരണമുന്നണിയിൽ നിന്ന് കടുത്ത വിയോജിപ്പ് നേരിട്ടതോടെ മുഖ്യമന്ത്രി ആ നിലപാടിൽ നിന്ന് അദ്ദേഹം നേരെ ആ തീരുമാനം, അതായത് ഒരു യൂട്ടേൺ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. തീരുമാനം നടപ്പാക്കുന്നതിന് UDF ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് UDF നടപ്പാക്കാൻ, അതായത് അദ്ദേഹം പറയുന്നത് ബജറ്റിലുണ്ടായത് നിർദ്ദേശം മാത്രമാണ്, നികുതി ഘടന മാത്രമാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അത് വിൽപ്പന നടത്തുമെന്ന് ഒരിക്കലും തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനെ തീരുമാനമെടുക്കണമെങ്കിൽ അത് UDF ചർച്ച ചെയ്യും. UDF അത് വിൽപ്പന നടത്തണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് വിൽപ്പന നടത്തുകയില്ല. അതായത് വീര്യം കുറഞ്ഞ മദ്യം, വൈന്, ബിയർ, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഒഴിവാക്കുമ്പോൾ, അതായത് നികുതി ഇളവ് നൽകുമ്പോൾ വലിയ രീതിയിലൊരു വ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതിഷേധം ഉയർന്നത്. ഇതിനെതിരെ വിമർശനം നേരിട്ടതും അതുകൊണ്ടാണ്. സംസ്ഥാനത്തെ ലഹരിയുടെ ഒരു ഒഴുക്കുണ്ടാകാനുള്ളത് കാരണമായി ഇത് മാറുമെന്ന് പറയുന്നു. അപ്പോൾ അത് വിൽപ്പന നടത്താൻ തീരുമാനിച്ചിട്ടില്ല. നികുതി ഘടന മാത്രമാണ് ബജറ്റ് നിർദ്ദേശമായി വന്നത്. വിൽപ്പന നടത്തണമെങ്കിൽ അത് UDF ഘടകകക്ഷികളുമായി ആലോചിച്ച് UDF തീരുമാനിച്ചാൽ മാത്രം നടപ്പാക്കുമെന്നാണ്. അപ്പോൾ ഫലത്തിൽ ഘടകകക്ഷികളിൽ നിന്ന് കടുത്ത വിയോജിപ്പ് നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ UDF ചർച്ച ചെയ്ത് അത് നടപ്പാക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ബജറ്റിൽ നൽകിയ ബജറ്റ് നിർദ്ദേശം എല്ലാ ചർച്ചകൾക്ക് ഏറ്റവും ഒടുവിൽ ബജറ്റ് അത് ഫിനാൻസ് കമ്മീഷന് വിട്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു സർക്കാർ ബജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 3 ദിവസം ബജറ്റിന്മേൽ ചർച്ച നടക്കും. 3ാമത്തെ ദിവസം ചർച്ച നടന്നതിന് ശേഷം ബജറ്റ് പാസ്സാക്കി നേരെ ഫിനാൻസ് കമ്മീഷന് വിടുകയാണ് ചെയ്യുന്നത്. ഫിനാൻസ് ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ബജറ്റ് നിർദ്ദേശങ്ങൾ മുഴുവൻ നടപ്പാക്കണമെന്നാണ്, നടപ്പാക്കിയേ പറ്റൂ, അതാണ് ചട്ടം.
അപ്പോൾ ഇത് UDF ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഒരു ഭാഗത്ത് പറയുകയും എന്നാൽ ബജറ്റ് നിർദ്ദേശങ്ങൾ മുഴുവൻ ഫിനാൻസ് ബില്ലിന് വിടുകയും ചെയ്യുകയാണെങ്കിൽ അത് നടപ്പായതിന് തുല്യമാണ്. അങ്ങനെ ഒരു മുൻ ധനമന്ത്രിയായ KN ബാലഗോപാൽ അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഫിനാൻസ് ബില്ലിന് വിടരുത്, വിട്ടു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടീവ് നടപ്പാകും, അതുകൊണ്ട് ഫിനാൻസ് ബില്ലിൽ വിടാതിരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഇത് ഫിനാൻസ് ബില്ലിന് വിടുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പ് UDF ചർച്ച ചെയ്ത് അത് വിൽപ്പന നടത്തേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ഇത് തീരുമാനം UDF വിടുകയാണ്. മറ്റൊരു പ്രധാനമായ വിഷയം ഈ ബജറ്റിൽ ഉണ്ടായിരുന്ന ഒരു വിവാദമെന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ഇതിലുടനീളം കണ്ടത് എന്നാണ്. അതിലൊരു വ്യക്തത വരുത്തുകയായിരുന്നു മുഖ്യമന്ത്രി. സ്വകാര്യവൽക്കരണമല്ല, സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപത്തിനെ പരമാവധി ഏതൊക്കെ മേഖലകളിലാണ് സ്വകാര്യ നിക്ഷേപം ഉണ്ടാകുന്നത് അവിടെ തന്നെ പരമാവധി സർക്കാർ പ്രോത്സാഹിപ്പിക്കും. സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുക, അത് മാത്രമാണ് സർക്കാരിന്റെ നയം. അതിനുള്ള എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകും. എന്നാൽ അതിനർത്ഥം സ്വകാര്യവൽക്കരണമല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യ കമ്പനികൾക്ക് വിറ്റഴിക്കുന്ന ആ നിലപാടിനോട് UDF അന്നും ഇന്നും എതിർപ്പാണ്. അത് സർക്കാർ അതിനോട് യോജിപ്പില്ല. അതല്ല സർക്കാരിന്റെ നയം. അത് കൃത്യമായി ബജറ്റിൽ പറയുന്നുണ്ട്. ബജറ്റ് നിർദ്ദേശത്തിൽ ഒരിടത്തു പോലും സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നില്ല. സ്വകാര്യ നിക്ഷേപമാണ് പ്രോത്സാഹിപ്പിക്കുന്നതിൽ വ്യക്തത വരുത്തുന്നു. ധാതു മണൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ബജറ്റിലുണ്ടായ നിർദ്ദേശം അത് കേന്ദ്ര നിർദ്ദേശമാണ്, അല്ലെങ്കിൽ കേന്ദ്ര ബജറ്റിലുണ്ടായ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്നൊരു ക്ലാരിറ്റി കൂടി മുഖ്യമന്ത്രി VD സതീശൻ പിന്നീട് അത് വരുത്തുകയാണ്. മറ്റൊന്ന് PM ശ്രീയുമായി ബന്ധപ്പെട്ടതാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് രാവിലെ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നത് PM ശ്രീ തന്നെയാണ്. എന്നാൽ അതിൽ മറുപടി പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയാണ് N ഷംസുദ്ദീനാണ്. അതിൽ ഒരു ഉപസമിതിയെ വെച്ചിട്ടുണ്ട് എന്നും ആ ഉപസമിതിയുടെ തുടർ നടപടികൾ ചർച്ച ചെയ്ത് അതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുക, സംസ്ഥാനത്തിലെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകി. എന്നാൽ ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആ ചർച്ചയ്ക്ക് മറുപടി പറയുകയും PMC എന്ന വിവാദത്തിലും മുഖ്യമന്ത്രി VD സതീശൻ മറുപടി പറഞ്ഞു. PMC നടപ്പാക്കുമെന്ന് സർക്കാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന നിലപാടാണ് ഏറ്റവും ഒടുവിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയവേ മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് PMC ഒപ്പിടുകയും ഒക്കെ ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. എന്നാൽ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട ആ വിഷയം മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഖ്യമന്ത്രി തമ്മിൽ ഒരു ഘട്ടത്തിൽ നേർക്കുനേർ വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. PMC ഒപ്പിട്ടുവെങ്കിൽ പോലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ എഴുന്നേറ്റ് പറഞ്ഞത് PMC കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടുവെങ്കിലും അതൊരു MOU മാത്രമാണ്. നിങ്ങൾക്ക് പുതിയ സർക്കാർ ആ MOU അന്നേ മരവിച്ചതാണ്. അതുമായി തുടർ നടപടികളുമായി LDF സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും മുന്നോട്ട് പോയില്ല. എന്നാൽ UDF ആകട്ടെ അതിന് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ട് കേസുമായി മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അത് മരവിപ്പിക്കാനായി കേസുമായി നിയമപരമായി മുന്നോട്ട് പോകാൻ സർക്കാർ എന്തുകൊണ്ട് തയ്യാറെടുക്കുന്നില്ല എന്നാണ് പിണറായി വിജയൻ ചോദിച്ചത്. അപ്പോൾ അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് അങ്ങനെ മരവിപ്പിക്കാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ സർക്കാർ MOU ഒപ്പിട്ടതെന്നൊരു പരിഹാസ രൂപേണ ഒരു ചോദ്യമാണ് ഉണ്ടായത്. എന്തായാലും അതിനെ ചൊല്ലി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വരുന്നൊരു കാഴ്ചയും നിയമസഭയിൽ കണ്ടു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞത് PMC കരാറുമായി മുന്നോട്ട് പോകുമെന്നോ PMC നടപ്പാക്കുമെന്നോ UDF സർക്കാർ ഒരിടത്തും പറഞ്ഞില്ല. അത് എങ്ങനെ ഇനി അതിന്റെ തുടർ നടപടി ഏത് രീതിയിലാകുമെന്ന് ഉപസമിതി വെച്ച് പഠിക്കുകയാണ് ചെയ്തത്. അതായത് സംസ്ഥാനത്തിന്റെ താല്പര്യം പൂർണ്ണമായി സംരക്ഷിക്കും. കരിക്കുലം ഉൾപ്പെടെ സ്കൂളുകളുടെ സെലക്ഷനും കരിക്കുലം ഉൾപ്പെടെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനത്തിൽ തന്നെയാണ്. അതിൽ ഒരു പഠനം അതേക്കുറിച്ച് വിദഗ്ധ സമിതി മന്ത്രിസഭാ ഉപസമിതി പഠിച്ചു. അതിനുശേഷം അത് തുടർ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെയും, അതായത് PMC വിഷയത്തിലും മദ്യനയത്തിലും അതോടൊപ്പം തന്നെയും സ്വകാര്യവൽക്കരണത്തിനും വളരെ വ്യക്തതയും കൃത്യതയും വരുത്തിയാണ് ബജറ്റിന്മേലുള്ള ചർച്ചയിൽ അവസാന ദിവസം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ശരി, അൻഫിൽറ്റാണ് വിവരങ്ങൾ നൽകിയത്. ബജറ്റിന്മേൽ ഉയർന്ന ആക്ഷേപങ്ങളിൽ ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സംബന്ധിച്ചും PM ശ്രീയിലും സ്വകാര്യവൽക്കരണത്തിലുമൊക്കെ മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകിയിരിക്കുകയാണ്.